ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി തള്ളിയിരിക്കുന്നു. ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, നേരത്തെ തന്നെ ഈ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായതാണ്. ഈ വാദത്തിൽ കഴമ്പില്ല എന്ന് കണ്ടാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്. അതെ വിനിഷ, അല്പസമയം മുമ്പാണ് കോടതി ചോദ്യപേപ്പർ ചോർച്ച കേസ് പരിഗണിച്ചത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. ഒന്നാം പ്രതിയും അതുപോലെ തന്നെ MS സൊല്യൂഷന്റെ ഉടമസ്ഥനുമായ മുഹമ്മദ് ഷുഹൈബിന് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാദം, പ്രോസിക്യൂഷന്റെ വാദം മുകളിലേക്കെടുത്താണ് ഈ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഒപ്പം തന്നെ ഇന്ന് കേസിലെ 4ാം പ്രതിയും സ്കൂൾ ജീവനക്കാരനുമായ അബ്ദുൾ നാസറിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കും. അബ്ദുൾ നാസറിനെ ഉടൻ തന്നെ വൈകാതെ തന്നെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. ഇയാൾ ഇന്നു തന്നെ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. സംഭവ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പ്രതികളാണുള്ളത്. ഇതിൽ 2ാം പ്രതിയും 3ാം പ്രതിയും നിലവിൽ ജാമ്യത്തിലാണ്. ഈ കേസിലെ 4ാം പ്രതിയായ അബ്ദുൾ നാസർ 2ാം പ്രതിയായ MS സൊല്യൂഷനിലെ അധ്യാപകനായ ഫഹദിന് ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു എന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ഒന്നാം പ്രതിയായ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ 1ാം പ്രതി മുഹമ്മദ് ഷുഹൈബിന് നിർണായകമായ പങ്ക് ഉണ്ടെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലെല്ലാം ശരിവെക്കുന്നതായിരുന്നു ഈ താമരശ്ശേരി കോടതിയുടെ ഈ ജാമ്യാപേക്ഷ ഇന്നത്തെ തള്ളിയതോടുകൂടിയുള്ള നമുക്ക് സുപ്രദമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി ചേതൻ, വ്യക്തമാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി കേസുമായി ബന്ധപ്പെട്ട് 1ാം പ്രതി മുഹമ്മദ് ഷുഹൈബ്, MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ താമരശ്ശേരി സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. ചേതൻ സാജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.